മക്കളെ, ഇന്ന് നമുക്ക് കത്തിൻ്റെ രൂപരേഖ, അതുപോലെ തന്നെ ഡയറി, ഡയറി, പടുക്കഥ, മൂന്നെണ്ണവും നോക്കുന്നുണ്ട്. കത്ത്, ഡയറി, പടുക്കഥ, ഈ മൂന്നിൻ്റെ രൂപരേഖയാണ് നമ്മൾ നോക്കുന്നത്. ഇത് പഠിച്ചു വെച്ചാൽ, അതായത് ഫോർമാറ്റ്, ഇത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റും. ബാക്കി 3 മാർക്കാണ് നിങ്ങൾ എഴുതി, 2 മാർക്കാണ് നിങ്ങൾ എഴുതി വാങ്ങുന്നത്. 4 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് തീർച്ചയായിട്ടും കരസ്ഥമാക്കാൻ പറ്റും. ബാക്കി 2 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിയാൽ മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ പത്രത്തിൻ്റെ രൂപരേഖ നോക്കാം. താരിഖ്, നമ്മൾ ആദ്യം തന്നെ സ്ഥാൻ എഴുതണം, പിന്നെ താരിഖ് എഴുതണം. സ്ഥാൻ, താരിഖ്. പിന്നെ പ്രിയമിത്ര, തും കൈസേ ഹോ, ടീക്ക് ഹേ നാ, മുझे तुमसे एक जरूरी बात बतानी है. ഇത്രയും നിങ്ങൾ എഴുതി പഠിക്കാം. തും കൈസേ ഹോ, ടീക്ക് ഹേ നാ നിങ്ങൾ എഴുതി പഠിച്ചത് തന്നെയാണ്. മുझे तुमसे एक जरूरी बात बतानी है, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്, ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത്രയും എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ബാക്കി ഭാഗം എഴുതി കൊടുക്കുക. പിന്നീട് നിങ്ങൾ അഡ്രസ്സ് എഴുതുക. തുമാരാ മിത്ര, ഹസ്താക്ഷർ, നാം. തുമാരാ മിത്ര, ഹസ്താക്ഷർ, നാം. ഈ ഹസ്താക്ഷർ എപ്പോഴും നടുക്കിൽ തന്നെ വരണം. രണ്ടാമത് നിങ്ങൾ ഹസ്താക്ഷർ എന്ന് എഴുതണം. ഹസ്താക്ഷർ ചെയ്യാൻ പാടില്ല, സൈൻ ചെയ്യാൻ പാടില്ല. ഹസ്താക്ഷർ എന്ന് എഴുതുക തന്നെ വേണം. തുമാരാ മിത്ര, പിന്നെ ഹസ്താക്ഷർ എന്ന് എഴുതി ഇതുപോലെ ബ്രാക്കറ്റിലിടുക, പിന്നെ താഴെ നാം. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് പേര് ഇവിടെ ആരതാണോ എഴുതേണ്ടത് അതിനനുസരിച്ച് പേര് എഴുതാം. ഇനി സേവാമേം നാം പദ, സേവാമേം നാം പദ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അതാണ് പത്രത്തിൻ്റെ, ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടി. പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ഇവിടേക്ക് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ബാക്കി 2 മാർക്കും കിട്ടും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ലെറ്ററിൻ്റെ 4 മാർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ഈ ഫോർമാറ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ലെറ്ററിന് ഫുൾ മാർക്ക് ലഭിക്കുകയില്ല. ഓക്കെ. ഇനി ഡയറിയുടെ രൂപരേഖയാണ് നോക്കുന്നത്. ഡയറിയുടെ രൂപരേഖയാണ് നോക്കുന്നത്. താരിഖ്, അതുപോലെ തന്നെ ദിനാങ്കാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ലെറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എഴുതുക. ദിനാങ്ക്, ദിവസവും ഡേറ്റും. ദിവസം എഴുതണം, ഏതെങ്കിലും ഒരു ദിവസം. രവി, സോമ, മംഗൾ, രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. അതിലുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഏതെങ്കിലും ഒരു ദിവസം, ശനിവാർ അല്ലെങ്കിൽ സോമവാർ, മംഗൾവാർ, രവിവാർ, ഏതെങ്കിലും ഒരു വാർ നിങ്ങളിവിടെ എഴുതണം. പിന്നെ ഡേറ്റും കൊടുക്കുക. മനസ്സിലായോ? പിന്നെ ആജ് കാ ദിൻ മേ കഭി ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ആജ് കാ ദിൻ മേം കഭി ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ആജ് കാ ദിൻ മേം കഭി ഭൂൽ നഹീ സക്ത. അത്രയും എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ബാക്കി ഭാഗം എഴുതുക. അത്രയും ചെയ്താൽ എന്തായി? ഡയറി ആയി. ഇത്രയും ഈ ഭാഗം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. താരിഖ് എഴുതണം, ദിൻ എഴുതി. ഇതിലേതെങ്കിലും വിട്ടുപോയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കുറയുന്നതാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രൂപരേഖ കറക്റ്റ് ആണോ എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പടുക്കഥയുടെ രൂപരേഖയാണ്. പടുക്കഥ
ദൃശ്യേക്ക് ദൃശ്യം എഴുതണം. ദൃശ്യേക്ക് ദോ തീൻ ഏതാണെന്ന് വെച്ചാൽ എഴുതാം. ഇവിടെ ദൃശ്യേക്ക് എന്നാണ് എഴുതിയത്. ഇവിടെ ദൃശ്യ ഏതാണ് എന്ന് എഴുതണം. അതായത് പടുക്കഥയാണ്, തിരക്കഥയാണ്. അപ്പോൾ ഒരു നാടകം അല്ലെങ്കിൽ ഒരു സിനിമ, അതിന് വേണ്ടിയുള്ള തിരക്കഥ. അപ്പോൾ ആ തിരക്കഥ എങ്ങനെ ആയിരിക്കണം എന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആദ്യം തന്നെ ദൃശ്യം എഴുതണം. എത്രാമത്തെ ദൃശ്യമാണ് എന്നത് എഴുതണം. ദൃശ്യേക്ക് ഒന്നാമത്തെ സീൻ, രണ്ടാമത്തെ സീൻ, മൂന്നാമത്തെ സീൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ദൃശ്യേക്ക് ഒന്നാമത്തെ സീനാണ് ഇവിടെ. സ്ഥാൻ എഴുതണം, സ്ഥലം എഴുതണം. സ്ഥലം അതായത് ഏത് സ്ഥലത്ത്, സ്കൂളിലാണോ സംഭവം നടക്കുന്നത്, റോട്ടിലുള്ള സംഭവമാണോ നടക്കുന്നത്, ആ സ്ഥലം എഴുതിയാലാണ് നമുക്കതിനനുസരിച്ച് സ്ഥലം സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. അമ്പലമാണെങ്കിൽ നമുക്ക് അമ്പലം സെറ്റ് ചെയ്യണം. അപ്പോൾ സ്ഥലം ഏതാണെന്ന് നിർബന്ധമായിട്ട് നമ്മൾ എഴുതിയിരിക്കണം. പിന്നെ സമയം, ഏത് സമയമാണ്, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ സമയം രാത്രി, പകല്, പുലർച്ചെ സമയം, അതുപോലെ തന്നെ പുലർച്ചെയുള്ള സമയം ഉണ്ടായിരിക്കും, പിന്നെ ഉച്ച സമയം ഉണ്ടായിരിക്കും, അങ്ങനെ സമയങ്ങൾ. അപ്പോൾ ഏത് സമയമാണ്, രാവിലെ 10 മണിയാണോ, രാവിലെ 7 മണിയാണോ, 5 മണിയാണോ, ഏതാണോ സമയം എന്നതും കൂടെ ഇവിടെ എഴുതിയിരിക്കണം. പിന്നെ അതിലുള്ള കഥാപാത്രങ്ങളെ നിർബന്ധമായിട്ട് എഴുതണം. അവരുടെ വയസ്സും വേഷഭൂഷയും എഴുതിയിരിക്കണം. കഥാപാത്രങ്ങൾ ആരൊക്കെ, ആ കഥാപാത്രങ്ങളുടെ പേര്, കഥാപാത്രങ്ങളുടെ വയസ്സ് നമുക്ക് പാഠത്തിൽ പഠിക്കാൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ച് ഏകദേശം ഒരു പ്രായം അങ്ങോട്ട് എഴുതുക. ഒരു ഏകദേശ പ്രായം, വർഷം എത്രയാണ് അവർക്ക് ഏകദേശം വയസ്സായിട്ടുണ്ടാവുക എന്നൊരു ലഘുബഗ് ഏകദേശം ഇത്ര വയസ്സ്. ഇപ്പം ലഘുബഗ് 40 സാൽ, ഏകദേശം 40 വയസ്സ്. വേഷഭൂഷ എഴുതണം. അവരെന്താണ് ധരിച്ചിരിക്കുന്നത്, കുർത്ത, പത്ലൂൻ, എന്താണോ ധരിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ വേഷഭൂഷയായിട്ട് വെക്കുക. അതുപോലെ തന്നെ എത്ര കഥാപാത്രങ്ങളുണ്ടോ അത്രയും കഥാപാത്രങ്ങളുടെ പേരും അവരുടെ വസ്ത്രവും അവരുടെ ഏകദേശ വയസ്സും എഴുതുക. പിന്നെ ഘടന അത് നിർബന്ധമാണ്. ഘടന, ആ സന്ദർഭം, നമ്മൾ എന്താണ് അവിടെ നടക്കാൻ പോകുന്ന സന്ദർഭം എന്താണ് എന്ന് എഴുതാം. സന്ദർഭം എഴുതുക. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിച്ച പാഠത്തിൽ ആ യുവതി ഷാൾ വിൽക്കാൻ വരുന്നു, ട്രെയിനിൽ വെച്ചിട്ട് ഷാൾ വിൽക്കാൻ വരുന്ന ഭാഗം. അപ്പം നമ്മൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്, ഷാൾ ബേജനെ കെ ലിയെ കജരാരി ആങ്കോം വാലി യുവതി ട്രെയിൻ മേം ആത്തി ഹെ. ഷാൾ വിൽക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ കണ്ണുകളുള്ള ഒരു യുവതി ട്രെയിനിലേക്ക് കയറി വരുന്നു. അതാണ് സന്ദർഭം. അതിന് ശേഷമുള്ളതാണെന്ത്, സംവാദ്. പിന്നീട് അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണം. അതും കൂടെ എഴുതിക്കഴിഞ്ഞാൽ നമ്മുടെ പടുക്കഥ പൂർണ്ണമായും നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിൻ്റെ രൂപരേഖ കറക്റ്റായാൽ 2 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മക്കളെ, നിങ്ങൾക്ക് പടുക്കഥ, അതുപോലെ തന്നെ ഡയറി, ഇത്രയും കാര്യങ്ങൾ വന്നാൽ ഞാൻ നന്നായിട്ട് വാരി വലിച്ച് ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടും, രൂപരേഖ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങളതിൻ്റെ രൂപരേഖ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് വാങ്ങാൻ പറ്റും. രൂപരേഖ പഠിച്ചിട്ടില്ലേ, നിങ്ങൾ എത്ര എഴുതിയാലും നിങ്ങൾക്കതിന് ഫുൾ മാർക്ക് കിട്ടുകയില്ല. രൂപരേഖ പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കറക്കി കുത്തി അതിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി വച്ചാൽ പോലും നിങ്ങൾക്കൊരു 3-3.5 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ രൂപരേഖയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതണം എന്നൊരു ഐഡിയ കൂടി കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാർക്കും കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പടുക്കഥ, അതുപോലെ തന്നെ പത്ര, ഡയറി, ഇത്രയും കാര്യങ്ങളാണ്. ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.